4 ദിവസത്തെ ടൂർ പാക്കേജ്. ഡേ 2 ഡേ 4. ഓക്കെ, കൊള്ളാം. ഇത് നല്ലൊരു പാക്കേജ് ആണല്ലോ. കല്യാണം കഴിഞ്ഞ ഹണിമൂണിനായി ഇതുവരെ ഒരിടത്തേക്കും പോയിട്ടില്ല. ഈ പാക്കേജ് യൂസ് ചെയ്താലോ? 4-day ടൂർ പാക്കേജ് ഫോർ 2 couples. അങ്ങനെയാണെങ്കിൽ ഈ പാക്കേജില് ദേവി ചേച്ചി സിദ്ധുവേട്ടനെയും കൂടെ കൊണ്ടുപോകാമല്ലോ. ഋഷിയോട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ചേച്ചിയോട് തന്നെ സംസാരിക്കാം. ചേച്ചി, എന്താ ഗോപു? ചേച്ചി ഇത് കണ്ടില്ലേ? 4-day ടൂർ പാക്കേജ് ഫോർ 2 couples. ദേ നോക്കി, ഇത് അടിപൊളിയല്ലേ ചേച്ചി? നീ ഇതെന്താ എന്നെ കാണിക്കുന്നേ? ചേച്ചി, കല്യാണം കഴിഞ്ഞ് ഹണിമൂണിനായി നമ്മൾ ഇതുവരെ ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ലല്ലോ. ഈ പാക്കേജ് കണ്ടപ്പോ എനിക്ക് തോന്നി നമുക്ക് ഇത് ഉപയോഗിച്ച് ഒന്ന് കറങ്ങി വന്നാലോന്ന്. ഞാനും ഋഷിയും ചേച്ചിയും സിദ്ധേട്ടനും. അടിപൊളിയായിരിക്കില്ലേ? സോറി ഗോപു, ഇതൊന്നും നടക്കില്ല. ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട് അധിക ദിവസമായിട്ടില്ല. അതിനു മുന്നേ 3-4 ദിവസം ലീവ് എടുക്കാന്ന് വെച്ചാ അത് മോശമാണ്. ചേച്ചി, അത് മാത്രല്ല, ഇപ്പൊ എന്റെ പ്രധാന ലക്ഷ്യം കുട്ടനെ കൊല്ലാൻ ശ്രമിച്ചവരെ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രം. ചേച്ചി, അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പിനെ കുറിച്ച് ഞാനും ആലോചിച്ചത്. മനസ്സിലായില്ല? സിദ്ധുവേട്ടന്റെ ശത്രു ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്നല്ലേ ചേച്ചി പറഞ്ഞത്? അപ്പോ കുറച്ചു ദിവസം മാറി നിന്നാ അത് സിദ്ധുവേട്ടന് നല്ലതല്ലേ? ഈ 4 ദിവസം നമുക്ക് ശത്രുക്കളെ പേടിക്കണ്ടല്ലോ. ഒപ്പം നമുക്ക് ആലോചിക്കാൻ സാവകാശവും കിട്ടും. ചേച്ചി, ഞാൻ പറഞ്ഞ നല്ല ഐഡിയ അല്ലേ? ഒരു കണക്കിന് നീ പറഞ്ഞത് ശരിയാ. 3-4 ദിവസം മാറി നിൽക്കുന്നത് നല്ലത് തന്നെയാ. കുട്ടനോടൊപ്പം യാത്ര പോകുന്നത് സന്തോഷാ. പക്ഷേ നമ്മൾ 4 പേരും മാത്രം പോയാൽ ശരിയാവില്ല. അഞ്ജിതയും അഭിഷേകിനെയും കൂടി നമുക്കൊപ്പം കൊണ്ടുപോകണം. അവരോട് വരട്ടെ ഗോപു. ഓ, അഞ്ജിത വന്നാ ഈ ഹണിമൂൺ ട്രിപ്പിന്റെ എല്ലാ സുഖവും നഷ്ടപ്പെടും. ചേച്ചിക്ക് അറിയാലോ, ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നത്തിന്റെ ആണിക്കല്ല് അവളാ അഞ്ജിത. അങ്ങനെയുള്ള അവളെ തന്നെ നമ്മൾ കൂടെ കൊണ്ടുപോകണോ? അതൊന്നും കാര്യാക്കണ്ട. നമ്മൾ ട്രിപ്പിന് പോകുമ്പോ അവരെ ഒഴിവാക്കുന്നത് മര്യാദയല്ല, മോശാണ്. അവരെന്ത് കരുതും? എന്ത് തന്നെ ആയാലും അഞ്ജിത നമ്മുടെ സഹോദരിയല്ലേ ഗോപു? അത് നമ്മൾ മറക്കാൻ പാടുണ്ടോ? അവളുടെ അവിവേകത്തിന് അവൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അത് നമ്മൾ ഗവനിക്കാതിരുന്നാ മതി. ഏതായാലും ട്രിപ്പ് പോകുമ്പോ അവരെയും കൂടി കൂട്ടണം. കൂട്ടിയേ പറ്റൂ. ചേച്ചി മാത്രമാണ് അവളെ സഹോദരിയായിട്ട് കാണുന്നത്. ഞാൻ അവളെ ശത്രുവായിട്ടാ കാണുന്നത്. ഗോപു, ഞാൻ പറയുന്നത് നീ അനുസരിക്കുമെങ്കിൽ മാത്രമേ ഞാൻ ഈ ടൂറിന് വരുന്നുള്ളൂ. എന്തായാലും അഭിഷേകിനെയും അഞ്ജിതയും ഞാൻ ടൂറിന് വിളിക്കും. അവർ വരട്ടെ. അവരോടെ ഉള്ളപ്പോ നല്ല രസമായിരിക്കും. ചേച്ചി, ഞാൻ അല്പം മനസമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അത് നശിക്കാൻ പാടില്ല. അഭിയെയും അഞ്ജിതയും ചേച്ചി വിളിച്ചോ, പക്ഷേ അഞ്ജിതയെ ചേച്ചി കൺട്രോൾ ചെയ്യണം. ആ ഉത്തരവാദിത്തം ചേച്ചി ഏറ്റെടുക്കണം. അത് ഞാൻ ഏറ്റെടുത്തോളാം. അതുപോലെ അനീഷേട്ടാ, ചായ. അനീഷേട്ടാ. എന്താടി? അതെ അനീഷേട്ടാ, അടുത്ത ആഴ്ച നമ്മുടെ സുമയുടെ വിവാഹം. ഏത് സുമ? ഏത് സുമയെന്നോ? ഞാനൊന്ന് പറഞ്ഞല്ലേ, ആറ്റിങ്ങലുള്ള അയ്യപ്പ മാമന്റെ മോള്. ഓ, ആ സുമ. അത് നിന്റെ വകയിലെ അമ്മാവന്റെ മോളല്ലേ? അയ്യടാ, വകയിലെ അമ്മാവന്റെ മോളോ? അവരെ എന്റെ അടുത്ത ബന്ധുവാ. എന്റെ അമ്മയുടെ, കുഞ്ഞമ്മയുടെ, നാത്തൂന്റെ മതി. ബന്ധമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എന്താ വിഷയം? ആ കല്യാണത്തിന് മറക്കാതെ നമുക്ക് രണ്ടുപേർക്കും പോണം. അതിനെന്താ, പോവാലോ. അങ്ങനെ വെറും കൈയും വീശി പോകാനൊന്നും പറ്റില്ല. കുറച്ച് പണച്ചെലവൊക്കെ ഉണ്ട്. പണച്ചെലവോ? അതെ, ഒരു 10-15,000 രൂപ വേണം. 15,000 രൂപയോ? അതെന്താടി?
നമ്മുടെ കല്യാണത്തിന് മാമൻ 10,000 രൂപയാ സംഭാവനയായിട്ട് തന്നത്. അപ്പോ ആ തുകയെങ്കിലും തിരികെ നമ്മളെ സംഭാവനയായിട്ട് സുമയ്ക്ക് കൊടുക്കണ്ടേ? അത് കൊള്ളാലോ. എടി, നിന്റെ മാമൻ 10,000 രൂപ തന്നത് നിനക്കല്ലേ, എനിക്കല്ലല്ലോ. ദേ അനീഷേട്ടാ, എന്നെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയിപ്പിക്കല്ലേ കേട്ടോ. സുമയ്ക്ക് 10,000 സംഭാവന കൊടുക്കാൻ എനിക്ക് എന്ത് വരുമാനം ഇവിടെ ഉള്ളത്? വരുമാനം അനീഷേട്ടനല്ലേ ഇവിടെ ഉള്ളേ. അപ്പൊ അനീഷേട്ടനല്ലേ അതെനിക്ക് തരാനുള്ളേ. അനീഷേട്ടന് ജോലിയൊന്നും ഇല്ലായിരുന്നെങ്കിലേ ഞാൻ നിർബന്ധിക്കില്ലായിരുന്നു. പക്ഷെ അനീഷേട്ടന് ഇപ്പൊ ജോലി ഉണ്ടല്ലോ. ഓ, അത് ശരി. എടി, 10 രൂപ സംഭാവന, ബാക്കി 5,000 അതെന്തിനാ? 5,000 തികയില്ല, എങ്കിലും 5,000 ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. എടി, ഇത് എന്തിനാണെന്ന് ആദ്യം പറയേ. ഓ, ഒന്നും അറിയാത്ത പോലെ. കല്യാണത്തിന് പോണെങ്കിലേ പുതിയ ഡ്രസ്സ് എടുക്കണ്ടേ? ബ്യൂട്ടി പാർലറിൽ പോയി ഫേസ് ഒക്കെ ഒന്ന് ഫേഷ്യൽ ചെയ്യണം, പെഡിക്യൂറും മാനിക്യൂറും ചെയ്യണം. കുടുംബത്തിലെ പെണ്ണുങ്ങളെല്ലാം വരുന്നതല്ലേ, കോലം കെട്ട് പോവാൻ പറ്റൂ? ഓ, എന്റെ മഞ്ജു, ഇപ്പൊ ഈ 15,000 രൂപയൊന്നും എന്റെ കയ്യിലില്ല. നിനക്കറിയാലോ, ജോലിക്ക് കയറിയിട്ട് ദിവസങ്ങളിലേ ആയിട്ടുള്ളൂ. ശമ്പളം വാങ്ങണമെങ്കിൽ മാസം ഒന്ന് തികയണ്ടേ? അനീഷയുടെ ശമ്പളം വാങ്ങുന്നവരെ കല്യാണം മാറ്റി വെക്കാൻ പറ്റൂ? പിന്നെ പണത്തിന് പണം തന്നെ വേണ്ടേ? 15,000 രൂപ നിന്ന നിപ്പിൽ ഞാൻ എവിടെ ഉണ്ടായിക്കൊണ്ട് വരാനാ? ശമ്പളം വാങ്ങിയില്ലെങ്കിലും അഡ്വാൻസ് വാങ്ങാലോ. അഡ്വാൻസോ? ആ, കുറച്ചു രൂപ അഡ്വാൻസ് ആയിട്ട് ഓഫീസിൽ ചോദിക്കണം. അല്ല, ഓഫീസിൽ എന്തിനാ ചോദിക്കുന്നത്? അഭിഷേകിനോട് ചോദിച്ചാ പോരെ? ഏയ്, അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവാത്തത്? എടി, ജോലിക്ക് കയറി ഉടനെ ശമ്പളം മുൻകൂറായി ചോദിക്കാന്ന് വെച്ചാലേ അത് മോശമാ മഞ്ജു. മാത്രമല്ല, അത് നാണക്കേടാ. എന്ത് നാണക്കേട്? നാണക്കേട് വിചാരിച്ചിരുന്ന കാര്യം നടക്കൂ? അതെ, നിങ്ങളുടെ സംസാരമൊക്കെ ഞാൻ കേട്ടു. മഞ്ജു പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അഭിഷേകിനോട് ചോദിച്ച അഡ്വാൻസ് വാങ്ങുന്നതില് എന്തിനാ അനീഷേ മാനക്കേട് വിചാരിക്കുന്നത്? അല്ലമ്മേ, അതൊരു മര്യാദയാണോ? നീ മര്യാദയും മര്യാദ കേടും ഒക്കെ ചിന്തിച്ചോണ്ടിരുന്നു. നിനക്ക് അഭിഷേകിനോട് സംസാരിക്കാൻ മടിയാണെങ്കിലേ നീ സംസാരിക്കണ്ട. അഞ്ജിതയെ വിളിച്ച് ഞാൻ സംസാരിച്ചോളാം. വേണ്ട വേണ്ട, ആരും എടുത്തിയടി ഒന്നും ചെയ്യണ്ട. മാത്രമല്ല, അഞ്ജിതയോട് സംസാരിച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. എന്റെ ജോലിക്ക് വേണ്ടി വായനക്കാത്തവളാ ഇനി അഡ്വാൻസിന് വേണ്ടി സംസാരിക്കാൻ പോകുന്നേ. വേണ്ടത് എന്താണെന്ന് വെച്ചാലേ ഞാൻ അങ്ങ് ചെയ്തോളാം. പിടിക്ക്. എന്തായി ചേച്ചി, അഞ്ജിത എന്തു പറഞ്ഞു? ട്രിപ്പിന് വരാൻ അവൾ റെഡിയാണോ? ഓ, അവൾക്ക് നമ്മുടെ ഒപ്പം വരാൻ താല്പര്യമില്ലെന്ന്. ഓ, രക്ഷപ്പെട്ടു. അതേതായാലും നന്നായി. അവൾ ഇങ്ങനൊരു സ്വഭാവക്കാരിയായി പോയല്ലോ. നമ്മൾ സഹോദരിമാരാണ്, ഒരുമിച്ചൊരു യാത്ര പോകുന്നത് ഈ വീട്ടിലെ ടെൻഷനിൽ നിന്നൊക്കെ ഒരു റിലീഫ് ആയിരിക്കുന്നല്ല ഞാൻ അവളോട് പറഞ്ഞു. അപ്പൊ അവൾ എന്നോട് ഇങ്ങോട്ട് ചോദ്യം ചെയ്യാം. സ്വന്തം കുടുംബത്തിന് മുന്നിൽ നാണം കെട്ടപ്പോ ഈ സഹോദര സ്നേഹമൊന്നും കണ്ടില്ലല്ലോ എന്ന്. മാത്രല്ല, നീ അവളെ സഹോദരിയുടെ സ്ഥാനത്തല്ല കാണുന്നതെന്നും അവള് പരാതി പറഞ്ഞു. കണക്കായി പോയി. ഞാനേ അവളെ സഹോദരിയുടെ സ്ഥാനത്തല്ല കാണുന്നെന്ന് അവൾ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ. ഗോപു, ഇങ്ങനൊന്നും പറയരുത്. ഇതൊന്നും ശരിയല്ല മോളെ. ഞാനൊന്നും പറയുന്നില്ലേ. ഏതായാലും അവള് ട്രിപ്പിന് വരുന്നില്ലല്ലോ. ഹോ, സന്തോഷായി. അവളില്ലാത്തതുകൊണ്ട് നമുക്ക് ഏതായാലും മനസ്സമാധാനത്തോടെ യാത്ര ആസ്വദിക്കാലോ. ഏതായാലും അവള് വരുന്നില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ചേച്ചി അവളുടെ കാല് പിടിക്കണമെന്ന് പോണ്ട. അവളാണ് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചേച്ചിയെ കുഴപ്പത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കുന്നത്. ദേ, ചേച്ചി അവൾക്ക് വേണ്ടി എന്ത് നന്മ ചെയ്താലും അവൾ അതിന് അർഹിക്കുന്ന വില തരാറേയില്ല. അത് ചേച്ചി മറന്നു പോവാതിരുന്നാ മതി. ഗോപു, നിർത്ത്. ഇനി അവളെ കുറ്റപ്പെടുത്തണ്ട. നമ്മൾ ഒരു കുടുംബത്തിൽ ജനിച്ച് അവിടുന്ന് ഒരു കുടുംബത്തിലേക്ക് തന്നെ മരുമക്കളായിട്ട് വന്ന സഹോദരിമാരാണ്. അത് മറന്നു പോരുത്. നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. അതില്ലാതെ ഒരു ബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് അഞ്ജിത എന്തെങ്കിലും അവിവേകം കാണിച്ചാലും നമ്മളത് ക്ഷമിച്ചു കൊടുക്കണം. അപ്പോ ചേച്ചി അവളെയും കൊണ്ട് മാത്രമേ ട്രിപ്പിന് വരുന്നുള്ളോ? ഇല്ല ഗോപു, അതിന് നടക്കില്ല. അഞ്ജിതയ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോ അഭിഷേകും അവളെ സപ്പോർട്ട് ചെയ്തു. അവര് വരുന്നില്ല എന്ന് രണ്ടുപേരും ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു. ആ സ്ഥിതിക്ക് നമുക്ക് ട്രിപ്പിന് പോകണ്ട. ഏതായാലും ഞാനും കുട്ടനും ഇല്ല. അതാ എന്റെ തീരുമാനം. ഓഹോ, അപ്പൊ അതാണ് ചേച്ചിയുടെ തീരുമാനം. ശരി, ആ തീരുമാനം തന്നെ നടക്കട്ടെ.
വാ. അഭിഷേകേ, മോനെ നീ എവിടെ പോവാ? ഞാൻ പാർക്കിലേക്ക് പോവാമേ. അല്ല, അപ്പൊ നീ ഇന്ന് ഓഫീസിലേക്കല്ലേ പോകുന്നത്? എന്ത് ഓഫീസ്? എന്നും ഓഫീസിലേക്ക് പോയ എന്താ രസമുള്ളത്? അവിടെ ഭയങ്കര ബോറടിയാ. അതുകൊണ്ട് ഇന്ന് ഞാൻ പാർക്കിലാ പോകുന്നത്. പാർക്കിലാവുമ്പോ നല്ല രസമുണ്ടാവും, അവിടെ കളിക്കാനും പറ്റും. അബി പാർക്കിലേക്കാണോ പോണേ? അതെ, ഞാൻ പാർക്കിലേക്ക് പോവാ. എന്താ ഏട്ടാ? പാർക്കിലേക്കാണെങ്കിലേ ഞാനും വരട്ടെ അബിയുടെ കൂടെ. അയ്യോ, ഏട്ടൻ എന്റെ കൂടെ വന്നാൽ ശരിയാവില്ല. അയ്യോ, എന്താ? ഞാൻ എന്താ കൂടെ വന്നാൽ ശരിയാവാത്ത? സിദ്ധുവേട്ടൻ എന്റെ കൂടെ വരാൻ ദേവികച്ച് സമ്മതിക്കുന്നില്ല. ദേവികയ്ക്ക് എന്നും സിദ്ധുവിനെ ആ ബോറടിക്കുന്ന ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു പോണം, എന്നാലേ സമാധാനാവും. ഏട്ടൻ എന്തിനാ എന്നും ഓഫീസിലേക്ക് പോകുന്നത്? അവിടെ ഒരു രസമില്ലല്ലോ. ഏട്ടൻ ഓഫീസിൽ ഹാപ്പി ആണോ? ഓഫീസിൽ പോയാ ഏട്ടൻ അവിടെ വെറുതെ കുത്തിരിക്കേണ്ടി വരില്ലേ? അതെ അബി, എനിക്ക് ഓഫീസ് ഭയങ്കര ബോറായിട്ടാ തോന്നണേ. എനിക്കിഷ്ടം പാർക്കിൽ പോയി കളിക്കാനാ. എങ്കിൽ മോൻ ഒരു കാര്യം ചെയ്, ഓഫീസിൽ പോകുന്നത് ബോറാണെന്നും എന്നെ എന്നും പാർക്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോണമെന്നും ദേവികയോട് പറയണം. ദേവിക സിദ്ധുമോന്റെ മാലാഖയാണെങ്കിൽ മോന്റെ ആഗ്രഹം എല്ലാം മാലാഖ സാധിച്ചു തരും. മോന്റെ ഇഷ്ടം പോലെ മാലാഖ മോനെ പാർക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. മാലാഖ എന്നെ പാർക്കിൽ കൊണ്ടുപോകും? കൊണ്ടുപോകും. മോൻ പോയി മാലാഖയോട് ചോദിക്കും. മാലാഖ കൊണ്ടുപോയില്ലെങ്കിൽ മോൻ മാലാഖയോട് വാശി പിടിച്ചാ മതി. അപ്പൊ മാലാഖ മോനെ പാർക്കിലേക്ക് കൊണ്ടുപോകും. മോൻ പോയി ചോദിക്കും. എങ്കില് ഞാൻ ഇപ്പൊ തന്നെ പോയി ചോദിക്കട്ടെ. മോനെ, നമ്മുടെ ലക്ഷ്യം സാധിക്കോടാ. സിദ്ധു അവളെ പാർക്കിലേക്ക് കൊണ്ടുവന്നോളൂ. ആ ഫയലൊക്കെ ഞാൻ ചെക്ക് ചെയ്താണല്ലോ. ശരി, ഞാനിപ്പോൾ ഇറങ്ങാം. ഇല്ലില്ല, ഞാൻ ഇറങ്ങുകയായി. ഒരു 10 മിനിറ്റ്. ശരി. മാലാഖേ, ആ, എത്തിയോ? നമുക്ക് പോവാം. നമ്മൾ അങ്ങോട്ട് പോവാം മാലാഖേ. അതെന്ത് ചോദ്യ കുട്ടാ? നമ്മൾ എന്നും രാവിലെ എങ്ങോട്ടേക്കാ പോകുന്നേ? ഓഫീസിലേക്കല്ലേ? ഇന്നും നമ്മൾ ഓഫീസിലേക്ക് തന്നെയാ പോകുന്നേ. വേണ്ട, ഇന്ന് നമുക്ക് ഓഫീസിലേക്ക് പോകണ്ട. അതെന്താ ഇന്ന് ഓഫീസിലേക്ക് പോകണ്ടെന്ന് പറയുന്നേ? എന്നും ഈ ഓഫീസിലേക്കല്ലേ പോണേ? ഇന്ന് ഓഫീസിൽ പോകണ്ടെന്നേ, നമുക്ക് പാർക്കിൽ പോവാം. പാർക്കിലോ? ആ, പാർക്കില്. നമ്മൾ പാർക്കിൽ പോയി കളിച്ചിട്ട് എത്ര ദിവസമായി. മാലാഖ ഇപ്പൊ എന്നെ പാർക്കിൽ കൊണ്ടുപോകാറുമില്ല. എനിക്കിന്ന് പാർക്കിൽ പോണം മാലാഖ. മാലാഖ എന്നെ പാർക്കിൽ കൊണ്ടുപോകും. എനിക്കിന്ന് ഓഫീസിൽ ഒത്തിരി ജോലിയുള്ളതാ, അതുകൊണ്ട് ഓഫീസിൽ പോയേ തീരൂ. പറ്റില്ല, ഇന്ന് ഓഫീസിൽ പോകണ്ട. ഇന്ന് ഓഫീസിൽ പോകണ്ടെന്ന്. എനിക്ക് ഓഫീസ് ഇഷ്ടമല്ല. എനിക്ക് പാർക്കിൽ പോയാൽ മതി. എനിക്ക് പാർക്കിൽ പോയാൽ മതി. എന്റെ കുട്ട, ഇങ്ങനെ വാശി പിടിക്കല്ലേ. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് കൂട്ട. ഇല്ല, എനിക്ക് പാർക്കിൽ പോണം. എന്നെ പാർക്കിൽ കൊണ്ടുപോയില്ലെങ്കിലേ ഞാൻ മാലാഖ പറഞ്ഞ ഒന്നും ഇനി കേൾക്കില്ല. കുട്ടതെ, കുട്ട നോക്കി. കുട്ടൻ ഇങ്ങനെ വാശി പിടിക്കാതെ ഇപ്പൊ എന്നോടൊപ്പം ഓഫീസിലേക്ക് വന്നാ വൈകിട്ട് കുട്ടനെ ഞാൻ പാർക്കിൽ കൊണ്ടുപോവാ. എന്താ, അത് പോരെ? കുട്ട, എന്നെ ഇപ്പൊ പാർക്കിൽ കൊണ്ടുപോയേ പറ്റൂ. ഇല്ലെങ്കിലേ ഈ ബാഗ് ഇനി എന്റെ കയ്യിലിരിക്കും. അയ്യോ കുട്ട, ഈ ബാഗ് താ. ഇല്ല, ഞാൻ തരില്ല. കുട്ട പറയുന്ന കേൾക്ക്, തരാനല്ലേ പറഞ്ഞേ? ഇല്ല, എന്നെ പാർക്കിൽ കൊണ്ടുപോന്ന് പറയേ, അപ്പൊ ഞാൻ ബാഗ് തരാം. കുട്ട, ഞാൻ പറഞ്ഞില്ലേ കുട്ടനെ ഞാൻ വൈകിട്ട് പാർക്കിൽ കൊണ്ടുപോവാം. വേണ്ട, എനിക്കിപ്പൊ പാർക്കിൽ പോണം. കുട്ട, ഇങ്ങ തന്നേ. എനിക്കിപ്പൊ പാർക്കിൽ പോണെന്ന് പറഞ്ഞില്ലേ? ബാഗ് തന്നെ. പാർക്കിൽ എന്നെ കൊണ്ടുപോകാൻ പാർക്കിൽ പറഞ്ഞില്ലേ? കൊണ്ടുപോകാതെ ഞാൻ ബാഗ് തരില്ല. എന്റെ ബാഗ് താ കുട്ട, ബാഗ് താ. തരില്ല, തരില്ല, തരില്ല. ശരി, പാർക്കിൽ കൊണ്ടുപോവാം. ഉറപ്പാണോ? ഉറപ്പ്. സത്യം? എന്റെ പൊന്നെ സത്യം. എന്നെ കൈ സത്യം ചെയ്തേ. അയ്യോ എന്റെ പൊന്നു കുട്ട, സത്യം. ഇനി ആ ബാഗ് തരാലോ?
ഇനി തരാം. ആ എന്നാ താ. ഷോ അച്ഛാ, ഗുഡ് മോർണിംഗ് അച്ഛാ. ഹായ്. മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഇറങ്ങിയോ? ഇറങ്ങി അച്ഛാ. മോളെ, ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഓർമ്മയുണ്ടല്ലോ? എല്ലാം ഫിക്സ് അച്ഛാ. മീറ്റിങ്ങിന് അവതരിപ്പിക്കേണ്ട റിപ്പോർട്ട് റെഡിയാണ്. റെഡിയാണ്. എങ്കിലും കുറച്ച് ഡീറ്റെയിൽസ് കൂടി അതിൽ ചേർത്താൽ കൊള്ളാമെന്നുണ്ട്. ഏതായാലും ഓഫീസിൽ ചെന്ന ശേഷം വിശദമായ ഒരു റിപ്പോർട്ട് ഞാൻ അച്ഛന് തരാം. അത് മതി മോളെ. നമ്മൾ ഓഫീസിലേക്കാണോ പോണേ? പാർക്കിലേക്കല്ലേ? ഞങ്ങൾ ഓഫീസിലേക്കല്ലേ പോണേ, പാർക്കിലേക്കാ. പാർക്കിലേക്കോ? കോട്ടാ, നമ്മൾ ഓഫീസിലേക്കാണ് പോകുന്നത്. അപ്പൊ എന്നെ പാർക്കിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞതോ? പാർക്കിലേക്ക് നമുക്ക് പിന്നെ പോവാം. ഇപ്പൊ ഓഫീസിൽ പോകുന്നതാണ് അത്യാവശ്യം. അവിടെ എനിക്ക് ധാരാളം ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട് കുട്ടാ. അപ്പൊ എന്നെ മലക പാർക്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് പറ്റിച്ചല്ലേ? എനിക്ക് പാർക്കിൽ പോയാൽ മതി. എനിക്ക് പാർക്കിൽ പോണം, പാർക്കിൽ പോണം, എനിക്ക് പാർക്കിൽ പോണം. കുട്ടാ, കുട്ടാ ഞാൻ പറയുന്ന കേൾക്ക് കുട്ടാ, പ്ലീസ്. എനിക്ക് പാർക്കിൽ പോണം, പോണം, പോണം. എനിക്ക് പാർക്കിൽ പോണം. പറയുന്ന കേൾക്ക് കുട്ടാ. വേണ്ട, പറയുന്നത് കേൾക്കണ്ട. കേൾക്ക്. എനിക്ക് ഓഫീസിൽ പോകണ്ട, എനിക്ക് പാർക്കിൽ പോയാൽ മോനെ, മതി. പറയുന്നത് എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ദേവികേ, എന്തിനാ നീ ഇങ്ങനൊരു നാടകം കളിക്കുന്നത്? 5 മിനിറ്റ് മുമ്പല്ലേ പാർക്കിൽ കൊണ്ടുപോവാന്ന് നീ കുട്ടനെ വാക്കുകൊടുത്തത്? നീ ആ വാക്കുകൊടുത്തത് ഞാൻ എന്റെ സ്വന്തം ചെവി കൊണ്ട് കേട്ടതാ. എന്നിട്ടിപ്പോ മഹാദേവന്റെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ വേണ്ടി നീ വാക്ക് മാറ്റി പറയുന്നു. അത് മുത്തശ്ശി, കുട്ടനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ അവിടെ വെച്ച് പറഞ്ഞതാ. കുട്ട നിർത്താതെ വാശി പിടിച്ചതുകൊണ്ടാ കുട്ടനെ പാർക്കിൽ കൊണ്ടുപോകാന്ന് ഞാൻ സമ്മതിച്ചത്. എന്ന് വെച്ച് ഓഫീസിലെ ജോലി പ്രധാനോ, അതുപോലെ തന്നെ കുട്ടന്റെ സന്തോഷവും പ്രധാനോ. അത് നീ മനസ്സിലാക്ക. അത് രണ്ടും നിനക്ക് ഒരുപോലെ കൊണ്ടുപോകാനാവോ? ഒരുപോലെ കൊണ്ടുപോകാനാവില്ലെങ്കിൽ നീ അത് തുറന്നു പറയണം. എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി വലിയ ആളാവാന്ന് കരുതിയ എല്ലാം കുളവാവും. സമയത്തിന് റിപ്പോർട്ടും കിട്ടില്ല, കുട്ടന്റെ മനസ്സ് വേദനിക്കുകയും ചെയ്യും. ആ, നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഇവളുടെ അഭിനയം മനസ്സിലായല്ലോ. അമ്മേ, ആ, നീ ഇവളുടെ വക്കാലത്ത് പിടിക്കാൻ നിക്ക്. എനിക്ക് അതൊന്നും കേക്കണ്ട. ഞാൻ കള്ളം പറയുന്നതല്ല. ഓഫീസിൽ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ മറന്നിട്ടുമില്ല. കുട്ടനെ കൊണ്ട് പാർക്കിൽ പോകാമെന്ന് ഞാൻ സമ്മതിച്ചത് കുട്ടൻ്റെ വാശിയൊന്ന് അടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ദേവിക ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ദേവികയെ മനസ്സിലായി. ദേവിക, കുട്ടനെ കൊണ്ട് പാർക്കിലേക്ക് പൊക്കോളൂ. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അച്ഛാ, അത് പിന്നെ മോൾക്കൊരു ടെൻഷനും വേണ്ട. ഓഫീസിൽ ഋഷി ഉണ്ടല്ലോ, അവനെ കൊണ്ട് ഞാൻ റിപ്പോർട്ട് തയ്യാറായിക്കൊള്ളാം. സിദ്ധുവിനെ കെയർ ചെയ്യാനും അവനെ സന്തോഷിപ്പിക്കാനും ഇപ്പൊ ദേവിക്ക് മാത്രമേ കഴിയൂ. ദേവിക അതിന് പ്രാധാന്യം കൊടുത്താൽ മതി. ഓഫീസിലെ കാര്യങ്ങൾ ദേവികയുടെ അഭാവത്തിൽ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. റിപ്പോർട്ട് എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കാമല്ലോ. മലകെ, നമുക്ക് പാർക്കിൽ പോവാം. ബാ. ദേവികെ, അവന്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ. എങ്കിൽ ഞാൻ കുട്ടനെ കൊണ്ട് പാർക്കിൽ പോയ ശേഷം ഓഫീസിൽ വരാച്ച. അത് മതി മോളെ. അത് മതി, അത് മതി, അത് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ, സൂക്ഷിച്ചു പോണേ. ഷിഡു, ആ, കുരുത്തക്കേട് കാണിക്കരുന്നല്ലേ എനിക്കറിയാം. ബാ. ശരി.
അച്ഛാ, നമ്മുടെ പദ്ധതി വിജയിക്കോ? സിദ്ധുവേട്ടൻ വാശി പിടിച്ച് കരഞ്ഞ ദേവികേച്ചി ഏട്ടനെ പാർക്കിലേക്ക് കൊണ്ടുപോവോ? എടാ, നീ ഇത് വീണ്ടും വീണ്ടും ചോദിക്കണ്ട. ഒരു സംശയം വേണ്ട. അവരൊന്ന് കരഞ്ഞു കാണിച്ചാൽ അപ്പ വീഴില്ലേ അവൾ? നീ നോക്കിക്കോ, ഞാൻ പറഞ്ഞത് കൃത്യമായി തന്നെ നടന്നിരിക്കും. നടന്നു. ഹരിയേട്ടന്റെ പ്ലാൻ കൃത്യമായിട്ട് തന്നെ നടന്നു. എന്തായി? അവൾ അവനെയും കൂട്ടി പുറപ്പെട്ടോ? പുറപ്പെട്ടു. പാർക്കിലേക്ക് തന്നെയാണോ പോകുന്നത്? അതെ, പാർക്കിലേക്ക് തന്നെയാ പോകുന്നത്. സക്സസ്, സക്സസ്. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം അച്ഛാ. പോവാം. അതിനുമുമ്പ് എനിക്കൊരാളെ വിളിക്കാനുണ്ട്. എല്ലാം ഓക്കെയാണ്. അഭിഷേകേ, കൂടെ നിന്നോണം കേട്ടോ. ഞാൻ റെഡി. എന്നാ വാ, നമുക്ക് പോവാം. ആ മായ, ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ദേവികയുടെ ഷോ ഇന്നത്തോടെ അവസാനിക്കണം. അത് അവസാനിച്ചിരിക്കും. ഞങ്ങളത് അവസാനിപ്പിക്കും. അല്ലടാ, നീ നോക്കിക്കോ. നീ വാണവനെ വാ.